നിങ്ങളുടെ ഫോണിൽ ചെയ്യേണ്ട കുറച്ച് പ്രധാനപ്പെട്ട സെറ്റിംഗ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നിങ്ങളുടെ ഫോണിൽ ഇത് കാണുന്നില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഇതാ ഈ കോൺടാക്ട്സ് എന്നുള്ളത് ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്താലും മതി. ഇതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഫോണിന്റെ ഡയലർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നമ്പറൊക്കെ അടിക്കുന്ന ഡയലർ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ വലത് സൈഡിലായിട്ട് 3 ഡോട്ട് കാണിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ഒന്ന് കാണാൻ പറ്റും. ആ സെറ്റിംഗ്സിന്റെ അവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. അവിടെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഇതിന്റെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് അവിടെ കോളർ ഐ ഡി സ്പാം എന്ന് കാണിക്കും. അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അവിടെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ സി കോളർ ഐ ഡി എന്നുള്ളത് കാണിക്കും. അത് ഓഫായി കിടക്കുകയാണെങ്കിൽ വലത്തോട്ട് തിരിച്ച് നിങ്ങൾ ഒന്ന് ഓൺ ചെയ്തിടുക. അത് ഓൺ ചെയ്ത് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴെ ഫിൽറ്റർ സ്പാം കോൾസ് എന്നുള്ള അടുത്ത ഓപ്ഷനും ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. ഇത് രണ്ടും എന്താണ്? നിങ്ങൾക്ക് അനാവശ്യമായ കോളുകൾ വരും. അതായത് ലോൺ തരാം, എന്തെങ്കിലുമൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞൊക്കെ വരത്തില്ലേ? ഇതൊക്കെ ഫിൽട്ടർ ചെയ്ത് ഗൂഗിൾ തന്നെ നിങ്ങൾക്ക് ആദ്യം ചോദിക്കും, ഇതൊക്കെ എടുക്കണോ വേണ്ടേ എന്നുള്ളത് ചോദിക്കും. ഒരു ചുവന്ന അക്ഷരത്തിലായിരിക്കും വരണം. അപ്പോഴും അറിയാം ഇതൊരു സ്പാം കോളാണ്, അത് എടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള കോളുകളാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. തിരിച്ച് ബാക്കിലോട്ട് ഒന്ന് മാറ്റുക. അതിനുശേഷം ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ കോളർ ഐ ഡി അനൗൺസ്മെന്റ് എന്ന് കാണിക്കും. അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഒരു വേറൊരു സെറ്റിംഗ്സ് ആണ് നിങ്ങളുടെ ഫോണിലുള്ളത്. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അനൗൺസ് കോളർ ഐ ഡി എന്ന് കാണിക്കും. അത് അവിടെ നെവർ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഫോണിൽ കിടക്കുന്നത്. അവിടെ നിങ്ങൾ അത് 3 ഓപ്ഷൻ അവിടെ കാണിക്കും. അതിൽ നിങ്ങൾ ഓൾവേസ് എന്നുള്ളത് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. നെവർ എന്ന് മാറ്റി മുകളിലുള്ള ഓൾവേസ് എന്നുള്ളത് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതെന്താണ്? നിങ്ങളുടെ ഒരു കോൾ വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ അടിച്ചിട്ടിരിക്കുന്ന സേവ് ചെയ്തിട്ടിരിക്കുന്ന പേര് നിങ്ങൾക്ക് ഫോൺ എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ലൗഡ് സ്പീക്കർ ആയിട്ട് അനൗൺസ്മെന്റ് ആയിട്ട് വരും. അതായത് വിളിച്ചു പറയും. അപ്പോൾ ഫോൺ എടുക്കാതെ തന്നെ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും ആരാണ് വിളിക്കുന്നുള്ളത്. നല്ലൊരു അടിപൊളി ഫീച്ചറാണ്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു വയ്ക്കാം. അതിന്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഫ്ലിപ്പ് ആൻഡ് സൈലൻസ് എന്നുള്ളത് കാണും. അതെന്താണ്? അതും ഒന്ന് ഓൺ ചെയ്തിടുക. വലത്തോട്ട് തിരിച്ച് ഓൺ ചെയ്തിടുക. നിങ്ങൾ എന്തെങ്കിലും മീറ്റിങ്ങിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അർജന്റ് കേസായിട്ട് ആദ്യമായിട്ട് ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് വോളിയം കുറച്ച് വെക്കുകയോ അല്ലെങ്കിൽ സൈലന്റിലാക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഫോൺ ഒന്ന് ഫ്ലിപ്പ് ചെയ്താൽ മതി. അത് ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ അത് ആ കോള് അങ്ങ് കട്ടായിക്കോളും അല്ലെങ്കിൽ സൈലന്റ് ആയിക്കോളും. അല്ലെന്നുണ്ടെങ്കിൽ നേരെ ഒരു സർഫസിലോട്ട് വെച്ച് പിടിച്ചാലും മതി, അല്ലെങ്കിൽ ഫോൺ നേരെ ഒന്ന് തിരിച്ചു പിടിച്ചാലും മതി. ഇതങ്ങ് സൈലന്റ് ആയിട്ട് ആ ഫോൺ മാറിക്കോളും. അങ്ങനെ അതൊരു എളുപ്പമായിട്ടുള്ള മാർഗമാണ്. നിങ്ങൾ പോയി അതിനെ സൈലന്റ് ആക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ചിലപ്പോൾ ബിസി ആയിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള സംവിധാനം ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് എന്ന് ഞാൻ പറഞ്ഞത് ഈ കോളർ ഐ ഡി പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. അപ്ഡേറ്റ് ചെയ്യേണ്ടത് പോയി അപ്ഡേറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ